അപ്പോൾ നമ്മൾ അപ്പൻചേട്ടനും ബിനോയും വളരെ സാഹസികമായ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അവരതിനുള്ള സുരക്ഷാ മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു അപകട സാധ്യതയില്ലെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഈ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ വേറെ രണ്ടുപേരുടെ ബാക്കിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ മത്തൻചേട്ടനും ബിജുവും കൂടെ പുറകിൽ കയറിയിട്ടുണ്ട്. ഇത് പെഡൽ ബോട്ടാണ്. ഇത് ഫ്രണ്ടിലിരിക്കുന്നവർ ചവിട്ടുന്നതനുസരിച്ചാണ് ഈ യാത്ര പോകുന്നത്. ഇതാ അവർ അതിസാഹസികമായി വെള്ളത്തിലേക്ക് ഇറങ്ങി ഇരിക്കുകയാണ്. സംഭവം അടിപൊളി. അന്ന് കേറാനേ നിങ്ങൾക്കൊക്കെ ആർക്കാ തൊഴാന്ന്. അപ്പോൾ തുഴച്ചിൽ ബോട്ടിലേക്ക് ആണ് അടുത്ത സംഘം പ്രവേശിക്കുന്നത്. ബെന്നിയാണ് ധൈര്യപൂർവ്വം ആദ്യം അതിലേക്ക് കയറിയിരിക്കുന്നത്. ബെന്നിക്ക് സപ്പോർട്ടായിട്ട് ബിജുവും ബാക്ക് സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതാ ടിജോ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഇരിക്കുന്നുണ്ട്. അടുത്തയാൾ ആൻ്റണി ചേട്ടനും കയറിയിട്ടുണ്ട്. കൂടെ തോമസ് കുട്ടി ചേട്ടനും ഒരു കമ്പനിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ തുഴച്ചിൽ വിദഗ്ധന്മാരാണ് ഈ തുഴച്ചിൽ ബോട്ടിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ തുഴച്ചിൽ ബോട്ടിൽ അവർ യാത്ര ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് തുഴയേണ്ടത് എന്ന് ഒക്കെ ഇവിടുത്തെ ജീവനക്കാരൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് പങ്കായം എങ്ങനെ പിടിക്കണം, എങ്ങനെ തുഴയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരിതാ നടുക്കടലിൻ്റെ ജലപ്പരപ്പിലേക്ക് തുഴഞ്ഞു നീങ്ങുകയാണ് 5 മഹാരഥന്മാർ. അപ്പോൾ അവർ മെല്ലെ തുഴഞ്ഞ് ആ തുഴച്ചിൽ ബോട്ടിൽ മുന്നോട്ട് നീങ്ങുകയാണ്. കൊള്ളാം, അടിപൊളി.